ഫ്ലവർ മില്ലിൽ മോഷണം 2 ലക്ഷം രൂപയും 15,000 രൂപയുടെ സാധനങ്ങളും അപഹരിച്ചു. അഞ്ചൽ കൈപ്പള്ളി മുക്കിലെ ഫ്ലവർ മില്ലിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാവിലെ മോഷണം വിളിച്ചു പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേന് കഥമെല്ലാം ചവിട്ടി പൊളിച്ചു വെച്ചിരിക്കുന്നു. അന്നിലാണ് പുള്ളി എന്നോട് പറഞ്ഞത് ഇതിനെ ചെട്ടിപ്പിടിച്ച പൈസ 1,92,000 രൂപ ഉണ്ടായിരുന്നു. ആ പൈസ എല്ലാം പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു ആ പൈസ ഇത്ര വെച്ചിട്ട് പോയത് എന്ന് പറയാൻ മറന്നുപോയി. കൊണ്ടുപോകാനെ കൊണ്ട് മഴയായി ഒരു പേര് വെച്ചിട്ട് പോയി. അതിന് പേര് രാവിലെ വന്നപ്പോഴത്തെ ഇതെല്ലാം കൂടെ തുറന്നിങ്ങനെ ശൂന്യമായി കിടക്കുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടി ഇവിടെ വന്നത്. അഞ്ചൽ കൈപ്പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന ഫ്ലവർ മില്ലിലാണ് മോഷണം നടത്തിയത്. മില്ലിന്റെ പിൻഭാഗത്തെ കതക് പൊളിച്ച് അകത്തുകയറിയ മോഷ്ടാവ് 2 ലക്ഷം രൂപയും 15,000 രൂപ വില വരുന്ന സാധനങ്ങളുമാണ് അപഹരിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം പോകുമ്പോൾ ഒരു 9:30 മണിയാവും. 9:30 മണിയായപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ രാവിലെ ഞാൻ വരുന്നത് ഏകദേശം 9:15 മണിയായി. 9:15 മണിയായി വന്ന് ഫ്രണ്ട് വന്ന് തുറന്ന് അകത്തേക്ക് കയറി നോക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ വെച്ച രീതിയിലല്ല കിടക്കുന്നത്. മൊത്തം വലിച്ചു വാരിയൊക്കെ ഇട്ടേക്കുന്നത്. നമ്മുടെ ബാഗുകൾ മറ്റുള്ള സാധനങ്ങളെല്ലാം പരിശോധന നടത്തുന്ന മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഇന്നലെ പോയ രീതിയിലല്ലല്ലോ കിടക്കുന്നത്. ഞാൻ നേരെ ബാക്കിലേക്ക് വന്നപ്പോൾ കറക്റ്റായിട്ട് ഡോറ് തുറന്നു കിടക്കുന്നു. അപ്പോൾ പൂട്ട് പൊളിച്ചിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കി നമ്മുടെ ഹൗസ് ഓണറെ കണ്ടു. ഹൗസ് ഓണറോടാണ് ആദ്യമേ ഞാൻ ഈ വിവരം പറയുന്നത്. പരിശോധിച്ചെന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ചിട്ടി പിടിച്ച പൈസയായിരുന്നു അതിനകത്ത് ഇരുന്നത്. പക്ഷെ രാത്രി ഞാൻ ഇവിടുന്ന് ഉച്ചയ്ക്ക് 2-3 മണിക്കൂറോളാണ് ഞാൻ ഈ പൈസ ഇതിനകത്ത് വെച്ചിട്ട് നിൽക്കുന്നത്. പക്ഷെ രാത്രി ഈ പൈസ തിരിച്ചെടുക്കാൻ മറന്നുപോയി. ഇത് സംബന്ധിച്ച് മില്ലുടമ സുനിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. രാവിലെ മില്ല് തുറക്കാനെത്തിയ സുനിൽ മില്ലിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മേശയിൽ സൂക്ഷിച്ചിരുന്ന 2 ലക്ഷം രൂപ മോഷണം പോയതറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ആയൂരിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും ചിട്ടിത്തുകയായി ലഭിച്ച 2 ലക്ഷം രൂപയാണ് മില്ലിലെ മേശയിൽ സൂക്ഷിച്ചിരുന്നത്. മില്ലിൽ നിന്നും 15,000 രൂപയുടെ സാധനങ്ങളും മോഷണം പോയി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അഞ്ചൽ പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അരിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ പൊടിക്കാൻ വരുന്നവരുണ്ട്, മേടിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ അന്നേരം ഈ പൈസ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ആരാന്ന് എനിക്ക് ഇതുവരെ കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു മുമ്പിട്ട് ഇവിടെ ഒരു മോഷണ ശ്രമം നടന്നു. അതിനോടനുബന്ധിച്ച് പിന്നെയും ഇവിടെ ഇതേ നമ്മൾ സംശയം ഉന്നയിക്കുന്ന വ്യക്തി വീണ്ടും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പുള്ളിയാണ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും കൺഫേംഡ് അല്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.